PS സുനിൽ ഉണ്ട് നമുക്കൊപ്പം ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി. PS സുനിൽ, പൂനം കുമാർ ഷായുടെ മോചനമടക്കം നയതന്ത്ര മേഖലയിൽ വിജയം, അതേപോലെ സൈന്യത്തിന് നേടിയിരിക്കുന്ന വിജയം, ഇക്കാര്യങ്ങളെല്ലാം ക്യാബിനറ്റിന്റെ സുരക്ഷാ ചുമതലയുള്ള സമിതിയും ഒപ്പം തന്നെ മന്ത്രിസഭയും വിലയിരുത്തി പ്രസിഡന്റിനെ ധരിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? അരുൺ, ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ച ശേഷം വലിയ സംഘർഷങ്ങളില്ലാത്ത പകലായിരുന്നു ഇന്നത്തേത്. രാവിലെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന കേന്ദ്രമന്ത്രിസഭാ യോഗം ഓപ്പറേഷൻ സിന്ദൂറിന്റെ നടപടികൾ വിലയിരുത്തി. ഏതായാലും ഓപ്പറേഷൻ സിന്ദൂർ വിജയത്തിലെത്തിച്ച സൈന്യത്തെ കേന്ദ്രമന്ത്രിസഭ അഭിനന്ദിച്ചു. സംയുക്ത സേനാ മേധാവിയും 3 സേനകളുടെ തലവന്മാരും ഇന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കണ്ട് ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിശദാംശങ്ങൾ കൈമാറി. സൈന്യത്തിന്റെ കരുത്തും അർപ്പണബോധവും ഓപ്പറേഷൻ സിന്ദൂറിനെ വിജയത്തിലെത്തിച്ചുവെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. രാജ്യത്തിന് ഇത് അഭിമാന നിമിഷമാണ് രാഷ്ട്രപതി ചൂണ്ടിക്കാണിച്ചു. ഇതോടൊപ്പമാണ് പാകിസ്ഥാന്റെ പിടിയിലുള്ള BSF ജവാനെ ഇന്ന് ഇന്ത്യക്ക് കൈമാറിയത്. അബദ്ധത്തിൽ അതിർത്തി കടന്ന BSF ജവാൻ SK ഷായെ പാക് റേഞ്ചർമാർ പിടികൂടി കസ്റ്റഡിയിൽ വെക്കുകയായിരുന്നു. പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ തൊട്ടടുത്ത ദിവസമാണ് BSF ജവാൻ പാകിസ്ഥാന്റെ പിടിയിലാകുന്നത്. ഫ്ലാഗ് മീറ്റിംഗ് നടന്നുവെങ്കിൽ പോലും ജവാനെ കൈമാറാൻ പാകിസ്ഥാൻ തയ്യാറായില്ല. ഏതായാലും അതിന് പിന്നാലെ പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകളിൽ ഇന്ത്യ വലിയ ആക്രമണം നടത്തുകയും പാകിസ്ഥാന്റെ പ്രകോപനത്തിന് ശക്തമായ തിരിച്ചടി നൽകുകയും ചെയ്ത സാഹചര്യമായിരുന്നു. ഏതായാലും ഇപ്പോഴൊരു വെടിനിർത്തൽ ധാരണ വന്നിരിക്കുന്നു. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സംഘർഷം അവസാനിച്ചിരിക്കുന്നു. ഈ ഘട്ടത്തിലാണ് ഇന്ത്യയുടെ സമ്മർദ്ദം അംഗീകരിച്ച് ഇപ്പോൾ BSF ജവാനെ പാകിസ്ഥാൻ ഇന്ത്യക്ക് കൈമാറിയിരിക്കുന്നത്. തീർച്ചയായും നയതന്ത്ര തലത്തിലും സൈനിക തലത്തിലുമുള്ള ഇന്ത്യയുടെ വിജയം എന്ന് വേണമെങ്കിൽ ഈ ഘട്ടത്തെ വിലയിരുത്താം. ഏതായാലും അട്ടാരി അതിർത്തി വഴി BSF ജവാൻ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. അതിനിടയിലാണ് ഇപ്പോൾ പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാർ തീരുമാനം പുനഃപരിശോധിക്കണം എന്നാവശ്യപ്പെട്ട് പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യക്ക് കത്തയച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും ആണ് ഇപ്പോൾ പാകിസ്ഥാന്റെ ആവശ്യം. ഏതായാലും പാകിസ്ഥാനുമായി ഇനി ഏതെങ്കിലും വിധത്തിലുള്ള ചർച്ചയില്ല എന്നത് തന്നെയാണ് ഇന്ത്യയുടെ നിലപാട്. അങ്ങനെ ചർച്ച നടത്തുകയാണെങ്കിൽ അത് ഭീകരവാദത്തെക്കുറിച്ചും പാക് അധീന കശ്മീർ ഇന്ത്യക്ക് വിട്ടുതരുന്നതിനെക്കുറിച്ചും മാത്രമാണ് എന്നതാണ് ഇന്ത്യയുടെ നിലപാട്. ആ നിലപാട് തന്നെയായിരിക്കും ഇന്ത്യ ശക്തമായി പാകിസ്ഥാനെ അറിയിക്കുക. താങ്ക് യു. PS സുനിലാണ് നമുക്കൊപ്പം ചേർന്നത്.